നേരെ ഏരായി തുടങ്ങിയാൽ നിങ്ങൾ എന്താ പോകത്ത്? ഇവിടെ ഈ കൂട്ടായ്മ കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതായത് ഇത് രാവിലെ 4 മണിക്ക് ഞാൻ നീക്കും. എന്നിട്ട് ഇതിൽ വന്നില്ലെങ്കിൽ അന്ന് എനിക്കൊരു മനസ്സമാനം ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മനസ്സമാനമുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് അസുഖങ്ങൾ കുറവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം തിരയാങ്കടിയെ പോയിരുന്ന ആളാണ്. ഇതിനിപ്പോ ഇവിടെ വന്നിട്ട് പരിപാടി കൊല്ലം കഴിഞ്ഞു. എന്നാലും അൽഹംദുലില്ലാ മനസ്സമാധാനം. നല്ല മനുഷ്യരെ കാണാം. ആ മനുഷ്യരെ കാണാം. എല്ലാം നേരം പോലെ തേച്ച കുറെ ആൾക്കാരെ പരിചയപ്പെട്ട് ഇങ്ങനെ സലാമാക്കിയിട്ടും കണ്ടിട്ട് ഇങ്ങനെ ഗുഡ് മോർണിംഗ് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു മനസ്സമാനാണ്. ഗണേഷ്, എനിക്ക് കടം തുറക്കാനായി പോകാനില്ല. ഇല്ല, ഞാനിന്ന് ലീവാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ 7 മണിയാകുമ്പോൾ ഇവിടുന്ന് പായണം. ഇപ്പോൾ ഇന്ന് കുറേ ആൾക്കാരൊക്കെ സംസാരിക്കുക. ഇതിനാണ് കാര്യമായിട്ട് വരുന്നത്. ആരോഗ്യത്തിനെക്കാട്ടി കൂടുതൽ ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ നമ്മളെ കണ്ണിൻ്റെ മുന്നിലുള്ള ആൾക്കാർ തന്നെ, പക്ഷേ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ തന്നെ. ഇവിടെ അങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കണ മാതിരിയല്ലേ പിടിക്കണത്. പിന്നെ എന്തങ്ങോട്ട് വന്നൂടെ? അതിനും ഇന്ന് പണിയാ. ഇന്ന് ലീവാണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നുകൂടി ഇവിടെ ഇരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അനവധി കൂട്ടായ്മയിൽ ഞങ്ങൾ അംഗങ്ങളാണ്. പക്ഷേ ഇതുപോലത്തെ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഒരുപാട് ആളുകളെ കാണുക, ഓൽക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുക, സലാം പറയുക, അതൊക്കെ നമ്മളെ ഈ മെക്സവൻ്റെ ഒരു ഇത് കൂടിയാണ്. മെക്സവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കണ്ണടക്ക വെച്ച് പമ്പിലുള്ള മറ്റേത് തീരെ നേരെ ചെയ്യാത്ത മനുഷ്യനുള്ള. ശരി, നമ്മളിപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരാഴ്ചയെങ്കിലും മെക്സവനിൽ വന്നിട്ട് അത് അനുഭവിക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുമ്പോൾ നമ്മൾ അത് സ്ഥിരമായിട്ട് പറയും. ഒരാഴ്ച മനസ്സിൽ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് എല്ലാവരോടും സംസാരിക്കാനും സൗഹൃദം, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഈ ഒരു മെക്സവനിലൂടെ നമുക്ക് നേടാൻ പറ്റും. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ പിന്നെ നമ്മൾ ചായ കുടിച്ച് അതുപോലെ ഷെയ്ക്കാൻഡ് കൊടുത്ത് സൗഹാർദ്ദം പങ്കിട്ട് ഇപ്പോൾ കുറച്ചു നേരം കൂടെയൊക്കെ ഇരിക്കുക ഞായറാഴ്ച ആയതുകൊണ്ട് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഇരുത്തം. എന്തായാലും നല്ലൊരു അനുഭവമാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സൗഹാർദ്ദം ഏറ്റവും ഇപ്പോൾ ഇവിടെ ഉള്ള സൗഹാർദ്ദം ഈ മെക്സവനാണ്. കാരണം എന്താ പറയുക, രാവിലെ കാലത്ത് ഒരു 6, 5:30, 6 മണിയാകുമ്പോഴത്തേന് ഒരു 100-100 ആളുകൾ ഈ നമ്മളെ മെക്സവന്. നിങ്ങൾ 2 കൊല്ലം പോരായി? ഏകദേശം 2 നമ്മൾ പണ്ട് ചെറുമുക്ക് പോയി അന്ന് തുടങ്ങിയതാണ്. തുടങ്ങിയതാണ്. അന്ന് നിങ്ങളാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞത്. അതെ, ആ ഇതിപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ രാവിലെ ഒരു 100-100 ആളുകൾ, പല ആളുകളും നമ്മളിന്ന് ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ എത്ര ആളെ നമുക്ക് പരിചയപ്പെടാനും സൗഹൃദം പുതുക്കാനും ഈ രാവിലെ ഒരു എൻജോയ്മെൻറ്റ്, അതുതന്നെ മനസ്സിന് വളരെ ഒരു തൃപ്തിയല്ലേ. അതന്നെയാണ് ഏറ്റവും വലിയ തോന്നുന്നു കിട്ടുന്ന ഒരു ഏറ്റവും നമ്മളെ ഒരു പാർട്ടിയില്ല, മതമില്ല, വിഭാഗീയതയില്ല, എല്ലാവരും ഒരു മനസ്സിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അതെ, വിശ്വാസം. അതാണ് അത് യൂണിഫോം ഒക്കെ ഇട്ടുപാടെ എല്ലാവരും കൂടി രാവിലെ അതിൻ്റെ ഒരു പ്രത്യേക ചെലവഴിക്കുന്ന കാര്യങ്ങളില്ല. വന്ന് പങ്കെടുത്ത് പോവുക. അതെ.